ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. എന്റെ ഫയൽ മോഷ്ടിച്ചതിന് ഞാൻ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. അതിന്റെ പിറകെ നന്ദു വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് വെച്ചാ നന്ദു രക്ഷപ്പെടാൻ നോക്കാന്ന അർത്ഥം. നന്ദുവിൽ നിന്ന് ഫയൽ കണ്ടെടുക്കണം എനിക്ക്. നന്ദു എവിടെയാന്ന് അറിയണം. മോൻ എങ്ങോട്ടാ പോയെന്ന് അമ്മയ്ക്ക് അറിയാം. പറഞ്ഞേ പറ്റൂ. മോളെ ഞാനൊന്ന് പറയട്ടെ, നിന്റെ വിഷമങ്ങൾ എനിക്കറിയാം. അതൊക്കെ അങ്ങ് വിടമ്മേ. എന്റെ വിഷമോ സന്തോഷമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിലിടപെട്ട് വേറെ ആരും ബുദ്ധിമുട്ടണ്ട. നന്ദു എവിടെയാന്നാ എനിക്ക് അറിയേണ്ടത്. ഞാൻ കൊടുത്ത കേസിലെ പ്രതി രക്ഷപ്പെട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ സംബന്ധിച്ച് ഈ വീട്ടിൽ വാദിയും പ്രതിയും ഒന്നുമില്ല. എന്റെ ഭർത്താവും മക്കളും ഒക്കെയാ ഉള്ളത്. എന്നെ അകറ്റി നിർത്തിയാലും നീ എനിക്കെന്റെ മോള് തന്നെയാ. സെന്റിമെന്റ്സ് പറഞ്ഞ് അമ്മ സമയമൊന്നും കളയണ്ട. നന്ദു എവിടെയാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താ ദേവികേ, എന്റെ മുമ്പിൽ നീ MLA ആവുകയാണോ? അമ്മയുടെ മുമ്പിലല്ല, കേരളത്തിലെ എല്ലാ ആളുകളുടെ മുമ്പിലും ഞാൻ MLA തന്നെയാ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിയമസഭാ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. ദേവികേ, നീ എന്നെ പരിഹസിക്കരുത്. നിന്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എനിക്കറിയാം. നിന്റെ ചില വിഷമങ്ങൾക്ക് ഞാനും ഒരു കാരണക്കാരിയായിട്ടുണ്ട്. അതിന്റെ ഒരു കുറ്റബോധം എന്നിലുണ്ട്. ഞാൻ സങ്കടപ്പെടുകയാണെന്ന് അറിയാമെങ്കിൽ എന്റെ സങ്കടം മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. കാണാതായ ആ ഫയൽ എവിടെയാന്ന് പറയമ്മേ. ആ ഫയൽ എവിടെയാ? എന്താ എന്നോടെല്ലാം പറയാൻ പറ്റുമോ? എന്നെ സഹായിക്കാൻ പറ്റുമോ? ഫയലിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇല്ല, അറിയാൻ പറ്റില്ല. കൂട്ടുപ്രതിയല്ലേ. രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും അത് പോലീസ് ചോദിച്ച് കണ്ടുപിടിച്ചോളും. നന്ദു എവിടെ പോയി അതാ എനിക്ക് പറയേണ്ടത്. അതും പോലീസിനോട് പറ, അവര് കണ്ടുപിടിക്കട്ടെ. പറയും, പോലീസിനോട് പറയും. ഇനി അഥവാ പോലീസ് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും, കണ്ടുപിടിച്ച് കൊണ്ടുവരും. കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ട് മതി മോന്റെ നാടുവിടലൊക്കെ. ദേവികേ, ഞാനും വാക്കുകൾ കൊണ്ട് ഇതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നീ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. പറയുന്ന കേട്ടാ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നിടത്ത കാര്യങ്ങൾ നിൽക്കുന്നെന്ന് തോന്നുമല്ലോ. എന്റെ അമ്മ വിരട്ടലിന് പേടിച്ചിരുന്ന ദേവിക ഉണ്ടായിരുന്നു. അമ്മ വിറപ്പിച്ച് നിർത്തിയിരുന്ന ദേവിക. ആ ദേവികയെ മരിച്ചു. ഇതിപ്പോ പുതിയ ആളാ. വിരട്ടലും വെല്ലുവിളിയൊക്കെ അമ്മ കയ്യിൽ വെച്ചിരുന്നാ മതി. മോളെ, എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയാ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഞാനായിട്ട് പറയുന്നതല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. നന്ദു എവിടെയാന്നുള്ളത് പറയണം. അതറിഞ്ഞിട്ടേ ഞാൻ പോവൂ. എന്നാ അവിടെ നിക്ക്, അതറിഞ്ഞിട്ട് പോയാ മതി. എന്താ പ്രഭ? എന്താ ഇവിടെ? അച്ഛാ, നന്ദു ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ ഫയലിന്റെ കാര്യത്തിൽ പോലീസിൽ പരാതി കൊടുത്തു എന്ന് നന്ദു അറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും. അമ്മയ്ക്ക് അറിയായിരിക്കും, പക്ഷെ ചോദിച്ചിട്ട് പറയുന്നൊന്നുമില്ല. പ്രഭ, നന്ദൻ എവിടെ പോയതാ? നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് പറയാനാ? സിദ്ധു, അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വേണ്ട, നീ വിശ്വസിക്കണ്ട. നിന്നെ കൊണ്ട് വിശ്വസിപ്പിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അമ്മേ, ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ദേഷ്യം കാണിച്ചു എന്ന് കരുതി ഞാൻ ഇതിന്ന് പിന്മാറില്ല. ഇനി എന്നെ പേടിപ്പിച്ച കാര്യം സാധിക്കാന്ന് ആരും കരുതും വേണ്ട. നീ പേടിക്കണ്ട, നിന്നെ പേടിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പ്രഭ, താനിപ്പോ കാണിക്കുന്നതിനാ വാദിയെ പ്രതിയാക്കാന്ന് പറയുന്നത്. കൊന്നവനല്ല കണ്ടവനാ കുറ്റമെന്ന് പറയും പോലെ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്നത് ദേവികയാ. അപ്പോ ഇവക്ക് തന്നെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്.
പ്രഭ, നന്ദനും താനും ഒക്കെ എന്തോ മറയ്ക്കുന്നു എന്നുള്ളത് സത്യമാ. കേസ് കൊടുത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ ആ വഴിക്ക് പോട്ടെ. നന്ദൻ എങ്ങോട്ടാ മാറിയതെന്ന് തനിക്കറിയാമെങ്കിൽ പറ.